അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മാന്യകലാ പ്രേമികളെ, മനുഷ്യൻ കണ്ടുപിടിച്ച ഏറ്റവും ശക്തമായ ആയുധം ഏതാണ്? അത് ആറ്റം ബോംബല്ല, മറിച്ച് ഭൂഗോളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി. മനുഷ്യരുടെ ചിന്താശേഷി അനുകരിക്കാൻ അവൻ തന്നെ രൂപപ്പെടുത്തിയതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നത്. പ്രശസ്ത ചിന്തകനായ യുവൽ നോഹ ഹരാരി ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി അധികാരം എന്നത് മനുഷ്യരിൽ നിന്ന് ആൽഗോരിതങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും യന്ത്രങ്ങൾ പഠിക്കുമ്പോൾ മനുഷ്യരായ നമ്മൾ വെറുമൊരു കാഴ്ചക്കാരനാകുമോ എന്ന ആശങ്ക ചോദ്യമാണ് ഏതൊരു ചിന്തകനെയും അസ്വസ്ഥമാക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ, ഡാറ്റകളെ വിശകലനം ചെയ്ത് മനുഷ്യനെ പോലെ ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും പ്രാപ്തമാക്കുന്ന വിദ്യയാണ് AI. നമ്മുടെ ഫോണിലെ ഗൂഗിൾ അസിസ്റ്റന്റ് മുതൽ സങ്കീർണ ശാസ്ത്ര ഗവേഷണങ്ങൾ വരെ ഇന്ന് AI നയിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തെ സുഖകരമാക്കുന്നുണ്ടെങ്കിലും മനുഷ്യരുടെ തനിമയെ ഇത് വീങ്ങുമോ എന്ന ആകുലതയോടെ ആയിരിക്കണം നാം ഇതിനെ നോക്കിക്കാണേണ്ടത്. ഈ സാങ്കേതിക വിദ്യയുടെ ഗുണദോഷങ്ങളെ കുറിച്ച് നാം പറയുമ്പോൾ കൃത്യമായ ഡാറ്റകൾ പരിശോധിക്കേണ്ടതുണ്ട്. ആധുനിക കാലത്ത് AI അനിവാര്യതയാണ്. മനുഷ്യ ഡോക്ടർമാരെക്കാൾ 90% കൃത്യതയോടെ AI പോലുള്ള ആൽഗോരിതങ്ങൾക്ക് ക്യാൻസർ പോലുള്ള പല മാരക രോഗങ്ങളും ആദ്യഘട്ടത്തിൽ തന്നെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് സത്യാവസ്ഥ. ഗൂഗിളിന്റെ DeepMind പോലുള്ള പല സംവിധാനങ്ങളും പതിറ്റാണ്ടുകളായി നടത്തി വരുന്ന മെഡിക്കൽ ഗവേഷണങ്ങൾ പോലും സെക്കൻഡുകൾ കൊണ്ട് പൂർത്തിയാകുന്നു. അതുപോലെ ഏറെ കാര്യക്ഷമത AI സംവിധാനങ്ങൾക്കുണ്ട്. സങ്കീർണമായ കണക്ക് കൂട്ടലുകൾക്കും കാലാവസ്ഥാ വ്യതിയാനം പഠിക്കാനും ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനും AI അത്യപേക്ഷിതമാണെന്ന്. അപകടകരമായ മെയിനിങ് ജോലികളിലും ഫാക്ടറി വർക്കുകളിലും മനുഷ്യർക്ക് പകരം റോബോട്ടുകൾ നയിക്കുന്നതിലൂടെ തൊഴിലിടങ്ങളിലെ മരണനിരക്ക് കുറക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങളോടൊപ്പം തന്നെ ചേർത്തി വായിക്കേണ്ടതാണ് AI ദോഷങ്ങളും. വേൾഡ് എക്കോണോമിക് ഫോറത്തിന്റെ റിപ്പോർട്ട് പ്രകാരം 2027 8.5 മില്യൺ തൊഴിലുകൾ AI മൂലം നഷ്ടപ്പെട്ടേക്കാം എന്നാണ്. എന്നാൽ അതേ റിപ്പോർട്ട് തന്നെ 9.5 കോടി മില്യൺ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുമെന്നും പറയുന്നു. എന്നാൽ നാം ഈ സാങ്കേതിക വിദ്യ പഠിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഈ മത്സരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടും എന്നതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, AI പ്രതിസന്ധികളിൽ മറ്റൊന്നാണ് സ്വകാര്യതയും സുരക്ഷയും. നാം എന്ത് വാങ്ങുന്നു, എന്ത് ചിന്തിക്കുന്നു എന്ന് ആൽഗോരിതങ്ങൾ നിരീക്ഷിക്കാൻ തുടങ്ങി. ഇത് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റ പ്രശ്നമാണ്. കൂടാതെ മറ്റൊരാളുടെ മുഖവും ശബ്ദവും ഉപയോഗിച്ച് വ്യാജ വീഡിയോകൾ നിർമ്മിക്കുന്നു. ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യ സത്യമെന്ത് അസത്യമെന്ത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മെ തള്ളിയിടുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ബുദ്ധിയുള്ള യന്ത്രങ്ങളെ നിർമ്മിക്കാം, പക്ഷെ സ്നേഹമുള്ള യന്ത്രങ്ങളെ നിർമ്മിക്കാനാകില്ല. ഒരു കമ്പ്യൂട്ടറിന് ലോകത്തിലുള്ള മുഴുവൻ കവിതകളും കാണാതെ പഠിക്കാം, പക്ഷേ ഒരു വരി കവിത എഴുതുമ്പോൾ അതിന്റെ ആനന്ദമോ മനോവേദനയോ അതിന് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു തുള്ളി കണ്ണീരിന്റെ അർത്ഥം പോലും ഗ്രഹിക്കാൻ ഒരു ആൽഗോരിതത്തിനും സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് അവിടുത്തെ വഫാത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മോട് ഒരു കാര്യം ഉണർത്തുന്നുണ്ട്. നിഅമതാനി മഅബൂനൻ ഫീഹിമാ കസീറു മിനൻ നാസ്. അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും ശക്തമായ 2 നിഅമത്തുകളാണ് നമ്മുടെ ആരോഗ്യവും സമയവും. അൽഹംദുലില്ലാഹ്, AI എന്ന ഈ സാങ്കേതിക വിദ്യ വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ സമയം ലാഭിക്കാൻ കഴിയുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അറിവിനെ ബുദ്ധി കൊണ്ടും ആ ബുദ്ധിയെ ഹൃദയം കൊണ്ടും നമുക്ക് നിലനിർത്താൻ കഴിയട്ടെ. മറിച്ച് ഹൃദയമല്ല, സ്നേഹമാണ് ഈ ലോകത്തെ നിലനിർത്തുന്നതെന്ന് നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം. എന്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.